നമസ്കാരം. നിരവധി രാജ്യാന്തര മേളകളിൽ പ്രദർശിപ്പിക്കപ്പെടുകയും പുരസ്കാരം നേടുകയും ചെയ്ത സനൽകുമാർ ശശിധരന്റെ ചോല എന്ന സിനിമയിലെ കാമുകന്റെ വേഷത്തിലൂടെ ശ്രദ്ധേയനായ നടൻ അഖിൽ വിശ്വനാഥ് അന്തരിച്ചു. 29 വയസ്സുള്ള ഈ യുവനടൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് വിവരം. ചലച്ചിത്ര പ്രവർത്തകനായ മനോജ് കുമാറും സംവിധായകൻ സനൽകുമാർ ശശിധരനുമാണ് ഫേസ്ബുക്കിലൂടെ അഖിലിന്റെ മരണവാർത്ത അറിയിച്ചത്. ഫേസ്ബുക്കിൽ സനൽകുമാർ ശശിധരൻ ഇങ്ങനെ കുറിക്കുന്നു: അഖിൽ ആത്മഹത്യ ചെയ്തുവെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അയാൾ അടുത്തിടെ തുടങ്ങാനിരിക്കുന്ന OTT എന്ന സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു എന്നറിയുന്നു. സങ്കടം തോന്നുന്നു അഖിൽ. എന്തായിരുന്നു അകാലത്തിലുള്ള ഈ മരണത്തിന്റെ കാരണമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിന്റെ ചോരയിൽ നിന്റെ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ ഭാവി ഇരുട്ടിലാക്കിയവർക്ക് പങ്കുണ്ട്. നിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. സ്നേഹം നിറഞ്ഞ നിന്റെ പുഞ്ചിരി വീണ്ടും എന്നെ തൊടാനിടയാവട്ടെ. ഇങ്ങനെയാണ് സനൽകുമാർ ശശിധരൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ജോർജ് ജോർജും നിമിഷ സജയനും പ്രധാന വേഷങ്ങളിലെത്തിയ ചോല എന്ന സിനിമ വെനീസ്, ജനീവ, ടോക്കിയോ എന്നീ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഒരു കൗമാരക്കാരിയായ സ്കൂൾ പെൺകുട്ടിയും അവളുടെ കൗമാരക്കാരനായ കാമുകനും പട്ടണത്തിലേക്ക് ഒരു യാത്ര പോകുന്നതും അവിടെ വെച്ച് കാമുകന്റെ ആശാൻ എന്ന് വിളിക്കുന്നയാളെ കണ്ടുമുട്ടുന്നതും അയാൾ പെൺകുട്ടിയെ സൂത്രത്തിൽ റേപ്പ് ചെയ്യുന്നതും അടക്കമുള്ള അതിസങ്കീർണമായ കഥാസന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്ന ചിത്രമാണിത്. ഇതിലെ കാമുകന്റെ വേഷമാണ് അഖിൽ ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന് നിരൂപകരിൽ നിന്ന് വലിയ ശ്രദ്ധ കിട്ടിയതോടെ കേരളത്തിലെ പ്രമുഖമായ സിനിമാ മാഗസിനുകളിലൊക്കെ അഖിലുമായി അഭിമുഖം വരികയും ഒരു ഭാവിയുള്ള നടൻ എന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്തു. ദ ക്യൂ എന്ന ഓൺലൈൻ പോർട്ടലിന് 5 വർഷം മുമ്പ് നൽകിയ അഭിമുഖത്തിൽ അഖിൽ തന്റെ ജീവിതം പറയുന്നത് ഇങ്ങനെയാണ്: തൃശ്ശൂർ ജില്ലയിലെ കോടാലിയാണ് വീട്. വീട്ടിൽ അച്ഛനും അമ്മയും അനിയനുമുണ്ട്. അച്ഛന് കൂലിപ്പണിയാണ്, അമ്മ ചിട്ടിപ്പിരിവിന് പോകുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടകം പഠിപ്പിക്കാൻ വന്നതാണ് മനോജ്, വിനോദ് എന്നീ മാഷുമാർ. ഞാനും അനിയനും അതിൽ അഭിനയിച്ചിരുന്നു. അന്ന് അവർക്കൊപ്പമുണ്ടായിരുന്ന രതീഷ് എന്ന ഒരു ചേട്ടൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഞാനും അനിയനും പ്രധാന വേഷം ചെയ്തു. മാങ്ങാണ്ടി എന്നായിരുന്നു അതിൻ്റെ പേര്. അതിലെ അഭിനയത്തിന് ഞങ്ങൾക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ ലഭിച്ചിരുന്നു. നാട്ടിൽ പിന്നെ എല്ലാവരും മാങ്ങാണ്ടി എന്ന് വിളിക്കാൻ തുടങ്ങി. അനിയനായിരുന്നു ശരിക്കും അതിൽ പ്രധാന വേഷം. മനോജ്, വിനോദ് മാഷ് ഒരുക്കിയ ആൽബങ്ങളിലും ഒരു തമിഴ് സിനിമയിലും പിന്നെ അനിയൻ അഭിനയിച്ചു. ചെറിയ വേഷത്തിൽ ഞാനും. പിന്നീട് ITIയും ഹോട്ടൽ മാനേജ്മെൻറ്റും എല്ലാം പഠിക്കാൻ നോക്കിയെങ്കിലും ഓരോ പ്രശ്നങ്ങൾ കാരണം നടന്നില്ല. അങ്ങനെ വീണ്ടും മനോജ് മാഷിൻ്റെ അടുത്തെത്തി. പിന്നീട് മാഷ് സ്ക്രിപ്റ്റ് എഴുതുന്നിടത്ത് സഹായിയായും നാടകങ്ങളിൽ ആർട്ട് അസിസ്റ്റൻ്റായെല്ലാം പോകാൻ തുടങ്ങി. രതീഷേട്ടൻ തന്നെ പിന്നീട് തൃശ്ശൂർ പേരൂർ ക്ലിപ്തം എന്ന സിനിമ ചെയ്തപ്പോൾ അതിലെ ഒരു സീനിലും അഭിനയിച്ചു. പിന്നീട് ഒരു മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്യവെയാണ് ചോലയിലേക്ക് എത്തുന്നതെന്നായിരുന്നു അഖിൽ അന്ന് പറഞ്ഞത്. അഖിൽ വിശ്വനാഥ് ചോലയിലേക്ക് വരുന്നത് ആത്മവിശ്വാസത്തോടെ ആയിരുന്നുവെന്നാണ് സംവിധായകൻ അനിൽകുമാർ ശശിധരൻ പറഞ്ഞിരുന്നത്. 18നും 20നും ഇടയ്ക്ക് പ്രായമുള്ളവർ അയച്ചാൽ മതി എന്ന് നിഷ്കർഷിച്ച കാസ്റ്റിംഗ് കോളിലേക്കാണ് 24 വയസ്സുള്ള അഖിൽ അപേക്ഷ അയച്ചത്. അതൊരുതരം വേലിചാട്ടമായിരുന്നുവെന്നും ആ വേലിചാട്ടവും അച്ചടക്കമില്ലായ്മയും അറിവില്ലായ്മയും ഒക്കെയാണ് കഥാപാത്രത്തിന് വേണ്ടതെന്ന് തോന്നിയത് കൊണ്ടാണ് 700-ലധികം അപേക്ഷകരിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട 2 പേരിൽ ഒരാളായി അഖിൽ മാറിയതെന്നും സംവിധായകൻ പറഞ്ഞിരുന്നു. അഖിൽ ആദ്യമായിട്ടായിരുന്നു ഒരു ഓഡീഷൻ അപേക്ഷ അയക്കുന്നത്. സെലക്ട് ആയപ്പോൾ പാതിരാത്രി തിരുവനന്തപുരത്തെത്തി നിർത്തിയിട്ടിരുന്ന KSRTC ബസ്സിൽ കിടന്നുറങ്ങിയാണ് ഓഡീഷനെത്തി അന്ന് സംസാരിച്ചിരുന്നത്. അതിൽ വിജയിച്ചു. ജോർജ് ചേട്ടനോടും നിമിഷയോടുമൊക്കെ സംസാരിക്കാൻ എനിക്ക് ആദ്യം പേടിയായിരുന്നു. പക്ഷേ അവർ അത്രയും ഓപ്പണായിട്ടാണ് എന്നോട് സംസാരിച്ചതും സപ്പോർട്ട് തന്നതുമെല്ലാം. എന്തും ആരോട് തുറന്നു പറയാം. ഞാൻ ചെയ്തത് നന്നായോ ഇല്ലയോ എന്ന് അറിയില്ല. എന്നാലും പേടിയില്ലാതെയാണ് എല്ലാം ചെയ്യാൻ പറ്റിയത്. എല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്ര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് കരുതിയിരുന്നില്ല. ജോർജ് ചേട്ടനൊപ്പം ഒരു റൂമിലാണ് ഞാൻ കിടന്നുറങ്ങിയിരുന്നത്. അത്ര അടിപൊളിയായിരുന്നു എല്ലാവരും. നായകൻ നായിക എന്നൊരു രീതിയുള്ള സിനിമയാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നായിരുന്നു അഖിൽ അന്ന് പറഞ്ഞത്. പക്ഷേ ചോല സിനിമയ്ക്ക് ശേഷം ചെറിയ വേഷങ്ങളല്ലാതെ ബ്രേക്കിംഗ് ആയ സിനിമകൾ അദ്ദേഹത്തിന് ഉണ്ടായില്ല. പുതിയ ഒരുപാട് സിനിമകളുടെ ഡിസ്കഷൻ നടക്കവെയാണ് അഖിലിൻ്റെ മരണവാർത്തയും എത്തുന്നത്.